എല്ലാവരുടെയും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നേക്കുന്ന ഒരു പേരാണ് രേണു സുധി. മോഹൻ കാണുമ്പോൾ തന്നെ ഫുൾ നെഗറ്റീവ്. രേണുവിന്റെ വേറൊരു സൈഡ് ആൾക്കാർ കാണും. രേണുവിനെന്ന് പറഞ്ഞാൽ നല്ല നെഗറ്റീവ്. ഇനി എടുക്കാൻ നെഗറ്റീവ് ഒന്നും ബാക്കിയില്ല. ഇനി എവിടെ ഇല്ലാത്തത് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിന്നർ ആവാൻ ചാൻസ് ഉണ്ടോ രേണു ചേച്ചി? ഒരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് രേണു സുധീനെ എങ്ങനെ എവിടെയൊക്കെയാണ് ആ സ്ട്രെങ്ത് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം അവിടെ നമ്മുടെ ചുറ്റും നമ്മുടെ കൂടെ എടാ കുഴപ്പമൊന്നും കേട്ടോ ഞാനുണ്ടെന്ന് പറയുന്ന ആള് വരെ കള്ളമായിരിക്കും പറയുന്നത്. അതെ, അവർക്ക് വേണ്ടിയായിരിക്കും പറയുന്നത് ഞാനുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അവൻ ലാലേട്ടൻ വന്നിട്ട് മോനെ എന്തെങ്കിലും കഴിച്ചാ മോനെ എന്ന് പറഞ്ഞാൽ തീർന്നു കഴിഞ്ഞു. നമ്മളൊക്കെ പ്രതീക്ഷയോടെ ഇങ്ങനെ ഇരിക്കും. ആദ്യം ലാലേട്ടൻ എന്താ മോനെ ഓരോരുത്തർ എന്തൊക്കെയാ കഴിച്ചതെന്ന് പറഞ്ഞേ. അതേപോലെ ഒരു കണ്ടസ്റ്റന്റ് പേഴ്സണലായിട്ട് പറഞ്ഞത് ചെകുത്താൻകോട്ടയുടെ ചെകുത്താൻകോട്ട അങ്ങനെയാണ് പറഞ്ഞത്. ഞാനിപ്പോ നെഗറ്റീവ് ആവും. ഇതൊക്കെ 1000 ചിന്തകളായിരിക്കും അതിനകത്ത് കളിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന ഗെയിമാണ്. കാര്യം രാജാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നോക്കണ്ട. അവർക്ക് വേണ്ടിട്ട് ജീവൻ കളയാൻ വരെ റെഡി ആയിട്ടുള്ള അത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ റിയൽ ആയിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോഴും ഓരോരുത്തർ രാജാവായി തന്നെ ഇരിക്കും. അങ്ങനെ ഒരാളില്ലല്ലോ. ഇവര് രാജാക്കന്മാര് വരെ താഴെ ഇറങ്ങി ഇപ്പൊ നിൽക്കുകയാണ്. അതെ അതെ, അത് പിന്നെ അടുത്ത രാജാവിന് വേണ്ടി കാത്തിരിക്കുക. രാജാവ് ഇല്ലെങ്കിൽ പിന്നെ അത് ഫോൾസ് ഇംപ്രഷൻ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള. നിങ്ങളല്ലേ എങ്ങനെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. തെറ്റാണ്, ക്ഷമിക്കില്ല, നിങ്ങൾ ക്ഷമിക്കൂല. ഒരു ചെറിയ വരി മാറിയാൽ തന്നെ അങ്ങനെ ഒരു മട്ടുപ്പ് തോന്നിയ ഒരു സീസൺ ഏതാ? സീസൺ 5 നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം പിന്നെ നീ അതല്ലേ ഈ വീട്ടിൽ നല്ലതാ പറയുന്നത്, എന്നാലും ഇല്ല നീ അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കണം. നമ്മളെന്ത് ഇത് എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ അവർക്ക് ഞാൻ എപ്പോഴും പറയും ഇത് കണ്ട് കളയും, ഇത് വെറുതെ കണ്ട് കളയേണ്ട ഷോ ആണ്, ഇതൊന്നും എടുക്കാനില്ല. ചിലപ്പോ നിങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ വെറും ഫേക്കായിരിക്കും. അത് അർഹിക്കാതെ വിജയായി പോയെന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള ഇംപ്രഷൻ ഉണ്ടാക്കി ദിൽഷ എടുത്തു. ദിൽഷയുടെ കഴിവാണത്, ദിൽഷയുടെ ഗെയിമാണത്. അതുപോലെ തന്നെ രേവതി ഡോക്ടറാണ് അതെ എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്കൊരു ഞെട്ടലായി. ഷെഫീന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താ അവിടെ? ചില ഈ കോമ്പോസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വെറുപ്പിച്ചിരിക്കും. ഇങ്ങനെ ഉറങ്ങത്തും ഇല്ല. അങ്ങനെ മാക്സിമം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയ ഉറങ്ങി. അപ്പൊ ചിലപ്പോൾ കൂടുതൽ ഉറങ്ങിപ്പോ അറിയാതെ ഉറങ്ങിപ്പോണെങ്കിൽ ഷെഫി തന്നെ വിളിച്ചെണീപ്പിച്ചെടുത്തും എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ആള് വേണം എന്റെ കൂടെ, ഇല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ക്യാമറ പിന്നെ പുള്ളിക്കാരൻ തന്നെയാണ് എല്ലാം. ഞാൻ ക്യാമറ എടുത്ത് ആക്കി കൊടുക്കും വീഡിയോ, പുള്ളിക്കാരൻ അത് എടുത്ത് റെഡിയാക്കി സെറ്റാക്കി അല്ലേ ഇടും. കർശനമായ കാര്യങ്ങളൊക്കെ എതിർത്ത് പറഞ്ഞ ലാലേട്ടനെ വരെ പറയുന്ന ആൾക്കാരും എല്ലാ ലാംഗ്വേജസിലും ഹോസ്റ്റ് എപ്പോഴും അറ്റാക്ക് നേരിടുന്ന ആളാണ്. അതെ അതെ അതെ.